വിൻ്റർ ഹെവൻ്റെ ഒരു പുതിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു വാർത്ത പറയാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്നതും ഭയാനകമായിട്ടുള്ളതുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട് കാണും ദിവ്യ കൊലക്കേസിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ദിവ്യയെ കൊന്നത് ദിവ്യയുടെ ഭർത്താവ് പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. കൊന്നിട്ട് അദ്ദേഹം ചെയ്തതെന്തെന്നറിയോ? അവരുടെ ഡെഡ് ബോഡി കൊണ്ട് വനത്തിനുള്ളിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചു. അത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് പുള്ളി തന്നെ എന്ത് ചെയ്തു? പരാതി കൊടുക്കുകയും ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും പോലീസ് പുള്ളിയെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അദ്ദേഹം പരാതി പറഞ്ഞത് പോലീസ് പുള്ളിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. കമ്മീഷണർക്ക് SP പരാതിയൊക്കെ കൊടുത്തു. ഒടുവിൽ പരാതി കൊടുത്ത് അന്വേഷണ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ പ്രേംകുമാർ ഹൈക്കോർട്ടിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു. ഒടുവിൽ കോടതി സ്റ്റേഷനിലേക്ക് അന്വേഷിച്ചു എന്താണ് ഇദ്ദേഹത്തിന് പേരിലുള്ള കേസ്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസൊന്നുമില്ല. അങ്ങനെ അതങ്ങ് കഴിഞ്ഞുപോയി. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം പുള്ളിയുടെ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മൊബൈലിലേക്ക് വന്നിരുന്ന ഒരു മെസ്സേജ്, എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്നുള്ള ഒരു മെസ്സേജ് കാണേണ്ടി വന്നു. അങ്ങനെയാണ് അയാൾ പ്രതിയാക്കപ്പെട്ട് ജയിലിലായിരുന്നു, ജാമ്യത്തിലിറങ്ങി. പക്ഷേ ഈ ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ കഴിഞ്ഞ ദിവസം ചെയ്തെന്താണെന്നറിയാമോ? ഈ 2 ദിവസം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അറിഞ്ഞ ഒരു സംഭവമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അന്ന് ഭാര്യയെ കൊന്നത് കാമുകിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാമുകിക്ക് വേണ്ടി ആണ് ഭാര്യയെ കൊന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലിറങ്ങി വന്നിട്ട് കാമുകിയെയും കാമുകിയുടെ അമ്മയെയും വധിച്ചു, കൊന്നു. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തു തന്നെയായിരുന്നാലും ഇന്ന് ചാടി ഇറങ്ങി ഓടിപ്പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്തു തന്നെയായിരുന്നാലും ആളും തരവും നോക്കി, ചിലർക്ക് ചില സാഹചര്യത്തിൽ പോയേ പറ്റൂ, അത് ശരിയാണ്. പക്ഷേ എവിടെ പോയിരുന്നാലും ഏത് തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാലും എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും, പക്ഷേ നമ്മൾ പോവുകയും വരികയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളെ അതിൻ്റെ നൂലിഴ കീറി പരിശോധിച്ച് പഠിച്ചതിന് ശേഷം മാത്രം സ്നേഹനിധികളായ നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും കടുങ്കൈ ചെയ്യുക അല്ലെങ്കിൽ എടുത്തു ചാടുക ഒക്കെ ചെയ്യാവും. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും ഒരാളെ മനസ്സിലാക്കാതെ ഇറങ്ങരുത്. ആരാണ് സൈക്കോ, ആരാണ് നല്ലതെന്നറിയാൻ പറ്റില്ല. തൊലി വെളുപ്പ് കൊണ്ട് ആരും നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റും. എത്രയോ പേരെ കുറ്റപ്പെടുത്തുന്നുണ്ട് കളറില്ല എന്നും പറഞ്ഞിട്ട്. പക്ഷേ അവരൊക്കെ നന്നായി പരിപാലിക്കുന്നുണ്ട്, വീട്ടിലെല്ലാവരെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചാടി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത് കുട്ടികൾ, അവരുടെ ഭാവി. നിങ്ങൾക്കൊരു ഭാവി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ എയിം കാണുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. സമൂഹത്തെ നമ്മൾ ബഹുമാനിക്കണം. നിയമത്തെ ബഹുമാനിക്കണം. അതുപോലെ ഞങ്ങളൊക്കെ പൊതുരംഗത്തുകൂടി നിൽക്കുന്നതുകൊണ്ട് ഒട്ടനവധി പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് സെക്രട്ടറിമാരും പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് ജനപ്രതിനിധികളുമായിട്ടുള്ള അവരുമൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു പേടിയും ഭയവും ബഹുമാനമൊക്കെ ഉള്ള ഞങ്ങൾ ഈ സമൂഹത്തിൽ ഇറങ്ങിയാൽ എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സത്യത്തിൽ ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ കഥയല്ല കേട്ടോ, ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് പറയണേ. അപ്പോൾ അയാൾ സ്വന്തം ഭാര്യയെ കൊന്നു കാമുകിയെ സ്വീകരിക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ജാമ്യത്തിലിറങ്ങി കാമുകിയുടെ അമ്മയും കൊന്നു. അപ്പോൾ എന്താ ഞെട്ടിക്കുന്നതല്ലേ? വളരെ പ്രതീക്ഷയോടുകൂടി അവരിരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുക. പരിസരങ്ങളൊക്കെ പഴയ നിയമ സംവിധാനത്തിലൂടെ അല്ല പോണത്. നമ്മുടെ നാട് പഴയ നാടല്ല. അതുകൊണ്ട് വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഈ ഒരു അറിവ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനെക്കുറിച്ചുള്ള വല്ല അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റുള്ളവരത് കേൾക്കട്ടെ, കാണട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കമൻറ്റും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതെല്ലാം വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.